ഡോക്ടർ ആർ വേണുഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പെസോ മുൻ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഡോക്ടർ ആർ വേണുഗോപാൽ, ഇന്നലെ ഈ തൊഴിലാളികളൊക്കെ രക്ഷപ്പെട്ടവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങളെല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ജോലി ചെയ്തിരുന്നത്, എല്ലാ നിയമങ്ങളും പാലിച്ചിരുന്നു, ഈ വലിയ ചൂടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാകാം ഈ അപകടം സംഭവിച്ചത് എന്നൊക്കെ തൊഴിലാളികൾ ഇങ്ങനെ ഒരു ഊഹം പറഞ്ഞിരുന്നു. പ്രാഥമിക പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പെസോയുടെ തന്നെ ഒരു പ്രാഥമിക നിഗമനം വന്നിട്ടുണ്ട്. അതിൽ ഈ ചൂടൊരു ഫാക്ടർ അല്ല എന്ന് പറയുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ, ഈ അപകടമുണ്ടായ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു മനുഷ്യനിർമ്മിതമായ അപകടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ഒരു ഫാക്ടറി എന്നൊന്നും പറയാനൊക്കത്തില്ല, ഒരു പൊതു ഇടത്തിരുന്ന് എല്ലാവരും കൂടെ കുറച്ച് പടക്കങ്ങളും അതിൻ്റെ സാമഗ്രികളും ഉണ്ടാക്കുന്നു. ഒരു പടക്ക നിർമ്മാണശാലയിൽ ചില നിർദ്ദേശങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൽ SOPs ഉണ്ട്. അതിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. എക്സ്പ്ലോസീവ്സ് റൂൾസ് 2008 പറയുന്ന 18 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് മിക്സിംഗ് ഷെഡിലുണ്ടോ? അവിടെ മിക്സിംഗ് ഷെഡ് പോലും ഇല്ല. ഒരു ടാർപോള പിടിച്ച് കിട്ടി ഒരു റൂം പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ഈ മാനുഫാക്ചറിങ് ഷെഡ് അതൊന്നുമില്ല, അങ്ങനെ ഒരു ഷെഡേ ഇല്ല. അവിടെ നിലത്തിരുന്ന ഒരു ടാർപോയിൽ ഇരുന്ന് കുറേ സ്ത്രീകളും കുറേ ജോലിക്കാരും അവിടെ ഇരുന്നിട്ട് അത് ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണോ ഒരു എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ ഒരു ഫയർ വർക്ക്സ് മാനുഫാക്ചറിങ് നടക്കുന്നത്? ഒരിക്കലും. നമ്മൾ ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ സങ്കടകരമായ ഒരു വസ്തു. ഇങ്ങനെയാണോ ഒരു ഫാക്ടറി ഉണ്ടാക്കുക? ഒരു പടക്ക നിർമ്മാണശാലയിൽ ഇത്രയധികം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഇവിടെ ചൂടെന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. ഇതിലും വലിയ ചൂടിൽ ഭോപ്പാലിലും ആഗ്രയിലും ഒക്കെ പടക്ക നിർമ്മാണ ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിലും വലിയ ടെമ്പറേച്ചറിലൊക്കെ. അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇവിടെ ഇങ്ങനെ അൺഓതറൈസ്ഡായിട്ട് അൺസേഫ് കണ്ടീഷനായിട്ടുള്ള ഒരു നിർമ്മാണശാലയിൽ അവിടെ പല വിസിറ്റേഴ്സും അവിടെ വന്നു പോകുന്നു. അവരുടെയൊക്കെ ചെരുപ്പുകളിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ ഒരു ഗ്രിറ്റ് ആ ഗൺ പൗഡറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസപദാർത്ഥത്തിലേക്കോ അത് വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രിറ്റ് മാത്രം മതി, മണൽത്തരി മാത്രം മതി ഈ എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ ഒരു ചാൻസ്. അപ്പോൾ അത് സ്റ്റെം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഫ്രിക്ഷനിൽ നിന്ന് വന്ന ഒരു സ്പാർക്കായിരിക്കാം ഈ അപകടത്തിന് കാരണഹേതു എന്നാണ് ഞാൻ കാണുന്നത്. ഏതായാലും കാരണം എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഈ പാറമേക്കാവിൻ്റെ 2006 ആക്സിഡൻറ്റും ഇതേപോലെയായിരുന്നു. ഇതേപോലൊരു ആക്സിഡൻ്റാണ് 2006. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും ഞാനായിരുന്നു. അത് കഴിഞ്ഞ് പുത്തുങ്കലിൻ്റെ ഇത് മാനുഫാക്ചറിങ് ഷെഡിലാണ് ഉണ്ടായതെങ്കിൽ പുത്തുങ്കൽ ഡിസ്പ്ലേ സൈറ്റിലാണ്. ഇവിടെ ഏറ്റവും പറയപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഈ പാറമേക്കാവിൻ്റെയോ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഫയർ വർക്ക്സ് ഡിസ്പ്ലേ സൈറ്റിൽ ഒരപകടം ഉണ്ടായിട്ടില്ല. കാരണം അവർ വളരെ ജാഗരൂകരായി അവരിയ്ക്കുന്നു, അവരതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ദേ ആർ വെരി സേഫ്റ്റി കോൺഷ്യസ്. ആ സേഫ്റ്റി കോൺഷ്യസോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ആ പ്രവർത്തനങ്ങൾ അതേ സേഫ്റ്റി കോൺഷ്യസ് എന്തുകൊണ്ട് ഈ മാനുഫാക്ചറിങ് ഷെഡിൽ അവർ ചെയ്തില്ല? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ആ ലൈസൻസ് വരുന്നത് ദേവസ്വത്തിൻ്റെ പേരിലാണെങ്കിൽ ഇത് ഒരു മാനുഫാക്ചറിങ് ലൈസൻസ് ഒരു വ്യക്തിയുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്, ജില്ലാ ഭരണകൂടം. അപ്പോൾ അതിൽ 15 കിലോ ഒരു രാസപദാർത്ഥം ഒരു ഫയർ വർക്ക്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് പ്രിമിസസ് ഇതായിരിക്കില്ല. അവിടെ ജില്ലാ കളക്ടർ കൊടുത്തപ്പോൾ അതിന് ഷെഡ് ഉണ്ടായിരിക്കും, അതിന് വാൾ തിക്നെസ് ഉണ്ടാകും, അതിന് കെമിക്കൽ ലിമിറ്റുണ്ട്, എത്ര മിക്സ് ചെയ്യാം. ഈ മിക്സിങ് തന്നെ രാവിലെ 10:30 മുമ്പ് തീർക്കണം. ടെമ്പറേച്ചർ കൂടുന്നതോടി റൂൾസ് പ്രകാരം അത് 10:30 ശേഷം ചെയ്യാൻ ഒക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കെമിക്കൽ ലിമിറ്റും മാൻ ലിമിറ്റും സേഫ്റ്റി ഡിസ്റ്റൻസും ഒക്കെ തന്നെ 1983 മുതൽ ഈ റൂളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പാലിക്കാതെ ഇഷ്ടം പോലെ ഫയർ വർക്ക്സ് മാനുഫാക്ചർ ചെയ്ത് അത് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് അത് ആ ഉത്സവത്തിന് അല്ലെങ്കിൽ ആ വെടിക്കെട്ടിന് മുമ്പ് ഒരു ദിവസം മുമ്പോ മാഗസീനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവർ ചെയ്യാറുള്ളത്.
ഈ ഇത്രയും പടക്കം ഉണ്ടാക്കി വെച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്രയധികം ഫയർ ക്രാക്കേഴ്സും വേരിയസ് ടൈപ്സ് ഓഫ് ഫയർ ക്രാക്കേഴ്സ് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നു. ആ മാനുഫാക്ചർ ചെയ്ത ഫയർ വർക്ക്സ് അവരപ്പോൾ ഈ മാഗസിൻ ഓരോ പാറമേക്കാവിനും ദേവസ്വത്തിനും തിരുവമ്പാടി ദേവസ്വത്തിനും 2000 കിലോ ഫയർ വർക്ക്സ് സൂക്ഷിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ അവരത് മാഗസിനിലേക്ക് സൂക്ഷിച്ചിട്ട് മാറ്റിയിരുന്നെങ്കിൽ പോലും ഇത്രയധികം ഈ 14 പേര് മരിക്കുന്ന ഒരു അപകടം ഉണ്ടാകുമായിരുന്നു. തീർച്ചയായും ഇത്രയധികം ഇതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒരു ജീവൻ. തീർച്ചയായും ശ്രീ വേണുഗോപാൽ, താങ്കൾ തന്നെ സൂചിപ്പിച്ചു പാറമേക്കാവിൻ്റെ നിർമ്മാണ യൂണിറ്റിൽ ഉണ്ടായിട്ടുള്ള 2006 ആ അപകടം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ 20 വർഷം കഴിയുമ്പോൾ സമാനമായ നിലയിൽ മറ്റൊരു അപകടം ഉണ്ടാവുകയാണ്. നമ്മൾ പരവൂരിലുണ്ടായിട്ടുള്ള അപകടം 110 പേരുടെ മരണം സംഭവിച്ചതാണ്. അതിനുശേഷവും നമ്മൾ ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെയും വിശദമായി ചർച്ച ചെയ്യുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ പുറ്റിങ്ങൽ ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ പറഞ്ഞത് ഞാൻ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ പോലും ഈ അപകടം ഉണ്ടാകില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ അപകടങ്ങളിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഇത് മാറുകയാണ്. എന്ന് പറയാനൊക്കത്തില്ല. കാരണം ചില കാര്യങ്ങൾ നോക്കൂ, ഡിസ്പ്ലേ സൈറ്റുകളിലൊന്നും അപകടങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതിൽ കാരണം 2024 പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ് ഡോക്ടർ AK യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷന് ഞാൻ അംഗമായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുകയും അത് എക്സ്പ്ലോസീവ്സ് റൂൾസിൽ അത് ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫയർ വർക്ക്സ് ഡിസ്പ്ലേ സൈറ്റിൽ വളരെ സ്ട്രിക്റ്റായ കണ്ടീഷൻസ് കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ ജില്ലാ മജിസ്ട്രേറ്റും റിസ്ക് അസസ്മെൻറ്റ് ചെയ്യണം. അതിൽ ഓരോ പ്രവർത്തനങ്ങളും, ആ വെടിക്കെട്ടിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാൻ ആളുകളുണ്ടായിരിക്കണം. അവർ പെസോയിൽ നിന്നും ലൈസൻസ് എടുത്തിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാഗസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ അതെല്ലാം വന്നു കഴിഞ്ഞു. അത് പുത്തിങ്കലിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് എൻക്വയറി കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ്. അതുപോലെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ്റെ റിപ്പോർട്ടും അവരത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും ആ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ കൂടി അടുത്ത എക്സ്പ്ലോസീവ് റൂൾസിൻ്റെ അമെൻമെൻറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ശക്തമായ ഒരു നടപടിക്രമം ഉണ്ടാവും. അത് ഈ അപകടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഒരു കാര്യം ഓർക്കണം, ഈ 2 റിപ്പോർട്ടുകളും ഡിസ്പ്ലേ സൈറ്റിലുള്ള ആക്സിഡൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് ഈ പുതിയ എൻക്വയറി കമ്മീഷൻസ് വരുമ്പോൾ അത് വരുന്നത് മാനുഫാക്ചറിങ് സൈറ്റിലുണ്ടായ ആക്സിഡൻറ്റിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ആ റിപ്പോർട്ടും ഈ എല്ലാ റിപ്പോർട്ടുകളിലും ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമം വരിക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. തീർച്ചയായും ദയവായി എന്നോട് ഒപ്പം തുടരുക, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.